വട്ടപാത്രത്തിൽ ഞണ്ടു വീണാൽ ലൊടലൊടലൊടല്ല മഴ പെയ്തു വെള്ളം. എന്നതാണോ കാലേ പറ്റിയത്? എന്തുവാ ഇത്? നാശം. ഇവിടെ കാറ്റിന് സുഗന്ധം. ഡോക്ടർ ലോലു MBBS കളാം. അസിസ്റ്റന്റ്. ഓ ഡോക്ടർ, ആരും ഇല്ലേടോ? ഈ ചാട്ടി ഞാൻ മടുത്തു. ആരുമില്ലാന്നാ തോന്നുന്ന ഡോക്ടറെ. ലോലു ഡോക്ടറെ, ഒരുത്തൻ വരുന്നുണ്ട്. ലുലു ഡോക്ടറെ, ലോലു ഡോക്ടറെ. യെസ്, 2 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും. എനിക്ക് 2 വെരി എമർജൻസി ആയിട്ടുള്ള സർജറികൾ ചെയ്യാനുണ്ട്. റിംഗ റോസസ്, ബക്കറ്റ് ഫുൾ ഓഫ് റോസസ്. ഹഷ് അപ്പ്. ഡോക്ടർ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. ഒന്നും AC-യും ഫാനും ഒന്നും ഇല്ലല്ലോ. ആ ഡോക്ടറെ, അപ്പാച്ചൻ എന്നാണ് വിളിച്ചത്. അപ്പാച്ചൻ വരുന്നു. എന്ത് പറ്റി? ഡോക്ടറെ, തീരെ അങ്ങോട്ട് വിശപ്പില്ല. ഞാനാണെങ്കിൽ വളരെ കുറച്ച് ഭക്ഷണം കഴിക്കാറുള്ളൂ. ഈ വയറ് കണ്ടാൽ അറിയാൻ മേല, തീരെ ഒന്നും കഴിക്കാറില്ല. ഈയിടെയായിട്ട് തീരെ വിശപ്പില്ല. എന്താ കഴിക്കാറുള്ളത്? എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ വെളിയിൽ നിന്നൊന്നും ഒന്നും കഴിക്കാറില്ല. ഇപ്പം ഈ വിഷവും മറ്റേ മായവും ഒക്കെ പേടിച്ചിട്ടേ, തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇങ്ങ് വരുന്ന പച്ചക്കറിക്കകത്തൊക്കെ വിഷമാണെന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് വീട്ടിലുണ്ടാക്കുന്ന ഒരു ഇച്ചിരി ചോറും ഇച്ചിരി കറിയും അത് മാത്രമേ ഉള്ളൂ ഞാൻ ഇതിൻ്റെ അകത്ത് ഇടാറുള്ളൂ. എന്നിട്ട് കണ്ടില്ലേ, തീരെ അങ്ങോട്ട് വിശപ്പില്ല. അളവ് എത്ര കഴിക്കാറുള്ളേ? അളവെന്ന് പറഞ്ഞാൽ ഒരു 6-7 സ്പൂണ് ചോറ് അത്രയേ കഴിക്കാറുള്ളൂ. അതും സാധാരണ ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരു 6-7 സ്പൂണ്. പിന്നെ അങ്ങ് ഭയങ്കര വിശപ്പ് തോന്നണ ദിവസം ഒരു 7 സ്പൂൺ ചോറ്. നീ ദോഷം പറയല്ലോ, എൻ്റെ പെമ്പറന്നൂര് വെച്ചുണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു സ്വാദ്. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര അങ്ങ് വിശപ്പാണ്, ഒരു 8 സ്പൂൺ. അതിൽ കൂടുതൽ കഴിക്കാറില്ല. അതും കൂടി വന്നാൽ ഒരു 3-4 നേരം ഒരു ഇച്ചിരി ചോറ് വെച്ച്. ഇപ്പൊ ഒന്നും അങ്ങ് കഴിക്കാൻ പറ്റും. വേദനയുണ്ടോ? വയറിന് വേദനയുണ്ടോന്ന് ചോദിച്ചാൽ, ഞാൻ ഈ പറഞ്ഞ 5-6 സ്പൂണ് ചോറ് കഴിച്ചു കഴിഞ്ഞെന്ന പിന്നെ വയറിൻ്റെ അകത്തും നമ്മുടെ കോൺക്രീറ്റ് മെഷീനില്ലേ, അതിൽ ചരലും മണലും ഒക്കെ മിക്സ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഡോക്ടറെ. കിലോന്നൊരു തോന്നലാ. എന്നാ ചെയ്യണ്ടേന്ന് അറിയത്തില്ല. പിന്നെ ഒരു 2 മണിക്കൂറത്തേക്ക് വിശപ്പും തോന്നത്തില്ല. ആകെ മൊത്തം ഒരു അസ്വസ്ഥതയാ. ഞാൻ വയറിന് നോക്കട്ടെ. ചേട്ടന് ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. എന്റെ പാവ അസിസ്റ്റന്റ് ബോധം കെട്ടി വീണ്. ഞാൻ 2-3 ഗുളികൾ തരാം. ഇനി അത് കുറഞ്ഞില്ലെങ്കിൽ സ്കാൻ ചെയ്യാം നമുക്ക്. തലയ്ക്കാണോ ഡോക്ടറെ? അല്ല, വയറിന്. നടന്ന് മടുത്തു. വയറ് നിറച്ച് ഗ്യാസും എടീ മേടിച്ചു പോയില്ല. വിശന്നിട്ട് വേല. നടന്ന് മടുത്തു. വിശന്നിട്ട് വേല. നീ എനിക്കൊരു 7 സ്പൂൺ ചോറിങ്ങെടുത്തു. 7 അല്ല, എനിക്ക് നല്ല വിശപ്പുണ്ട്. ഒരു 8 സ്പൂൺ ചോറിങ്ങെടുത്തു. കൊടുത്ത് 1 കപ്പ് കഞ്ഞിയുടെ വെള്ളവും കൂടി പെട്ടെന്ന് വേണേ. 2 മണിക്കൂർ മുമ്പ് നിങ്ങൾ ഈ ചോറ് വയറ് നിറച്ചും കഴിച്ചത്. എന്നിട്ടും വിശപ്പ് പോയില്ല? എനിക്ക് ഗുളിക കഴിക്കാനുള്ളത് കൊണ്ടല്ലേ ഇച്ചിരി ചോറ് തരാൻ പറഞ്ഞത് മൂദേവി. മരുന്ന് കഴിക്കുന്നതിന് മുമ്പ് ഈ നിങ്ങളുടെ സ്പൂണില്ലേ, ഈ സ്പൂണ്
കൊണ്ടുപോയി എല്ലാ പ്രശ്നവും പോയിക്കോളും. അത് ശരി. അപ്പോൾ ഈ രാജ്യത്ത് മനുഷ്യന് ഇച്ചിരി ഇംഗ്ലീഷും പറയാൻ മേല.